മച്ചന്മാരെ, ഞാൻ മജീദാണ്. ഇന്ന് ഈ വീടിൻ്റെ പടവാണ്. ഞാനൊരു വീടിൻ്റെ തേപ്പ് എടുക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പടവ് എടുക്കാൻ കാരണം ബംഗാളി റേറ്റിന് പണി എടുത്ത് ആകെ ബാധ്യത വന്നിക്കാണ്, കടബാധ്യത വന്നിക്കാണ്. ഇനി മാന്യമായ കൂലി വെക്കുന്ന റേറ്റ് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ഞാൻ തേപ്പ് എടുക്കുക. കാരണം ഇതുവരെ ഞാൻ വീടിൻ്റെ തേപ്പ് എടുത്തിട്ട് ഒപ്പല്ല ആൾക്കാർക്ക് 5 പൈസ ഞാൻ കൊടുക്കാറില്ല. പക്ഷേ എനിക്ക് നല്ല കടബാധ്യത വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസിൽ യൂട്യൂബിൽ ഈ വീഡിയോസ് ഇങ്ങനെ ഇടുന്നത്. ഇത് കേട്ടിട്ട് എൻ്റെ കുടുംബത്തിൽ നിന്നും എൻ്റെ ചില നാട്ടുകാരും എൻ്റെ കുടുംബത്തിൽ നിന്ന് ചില ആൾക്കാരും മജീദിന് പിരാന്തയിക്കണോ അങ്ങനെ ആയിക്കണോ. പക്ഷേ ഇങ്ങനെ ഈ ബുദ്ധിമുട്ട് എനിക്കെന്നല്ല, എൻ്റെ മാതിരി കുറേ ആൾക്കാർക്ക് ഈ ബുദ്ധിമുട്ടുണ്ട് മലയാളീസിന്. അതിനിപ്പോൾ തേപ്പിൻ്റെ ആൾക്കാരായാലും ഹോട്ടൽ പണിക്കാരായാലും ഹോട്ടലിൽ പണിയെടുക്കുന്ന മലയാളീസ് പണിക്കാർ വരെ എന്നോട് പറഞ്ഞിരിക്കണേ, മജീദാക്ക വെച്ചാൽ ലീവ് എടുക്കാൻ പേടിയാണ്. അപ്പോൾ എന്ത് ചോദിച്ചു, ലീവ് എടുത്ത് കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് ബംഗാളികൾ കയറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പണിയില്ല. ഞാൻ ഒരു ദിവസം ഇത് പിരാന്ത് അടിച്ചിട്ട്, ഈ ചെറിയ റേറ്റിന് പണിയെടുത്തിട്ട് പിരാന്ത് കടിച്ചിട്ട് ഞാൻ ഒരു ദിവസം എറണാകുളത്ത് കൂടി ഞാൻ എന്നുവെച്ചാൽ ക്ലീനിങ്ങിൻ്റെ വർക്കിന് ഹോട്ടലിൽ പോയാണ് പണി ചോദിച്ചു. അതിൽ എന്താ പറയുക, പണിയൊക്കെ ഉണ്ട്. 16 മണിക്കൂർ പണി. രാവിലെ 8 മണിക്ക് ഇറങ്ങിയിട്ട് രാത്രി 10 മണി വരെ പണി. അതിൽ 1 മണിക്കൂർ റെസ്റ്റ്. അതിൽ കൂലി എത്രയാറോ? 400 റുപ്യ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ 400 റുപ്യക്ക് പണിയെടുത്താൽ എങ്ങനെ നോക്കണമെന്ന് ചോദിച്ചു. അതിന് പണിയെടുക്കാൻ ഇപ്പോൾ ഇവിടെ ഇന്ത്യക്കാർ അല്ലെങ്കിൽ നേപ്പാളീസ് ഇഷ്ടംമാരിയുണ്ട് കാരണം. എന്നാൽ ആ ഹോട്ടലിലൊക്കെ പൊറാട്ടക്കും ചോറിനൊക്കെ നല്ല പൈസയും കൊടുക്കണം. ഇപ്പോൾ ഇവിടെ എന്താ പറയുക, വലിയ മുതലാളിമാർക്ക് തിരക്കിടില്ല. അതേമാതിരി വലിയ കോൺട്രാക്ടർമാർക്ക്, മൊത്തം കരാർ എടുക്കുന്ന കോൺട്രാക്ടർമാർക്ക് തിരക്കിടില്ല. ഈ ബംഗാളികളെ വെച്ച് കാണ്ട് ഒരു പൈസ ഉണ്ടാക്കുകയാണ്. ഈ ബംഗാളികൾ ഇപ്പം എൻ്റെ നാട്ടിൽ ഒരു വീടിൻ്റെ പണി ഇപ്പം എടുത്തു. ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ എരുത്തിലെ വീടിൻ്റെ പണി ബംഗാളികൾ എടുത്തു 50,000 റുപ്യക്ക്. എന്നിട്ട് ഐറ്റങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഐറ്റങ്ങൾ 7 മണിക്ക് രാവിലെ ഇറങ്ങിയിട്ട് 9 മണിക്കാണ് രാത്രി 9 മണിക്കാണ് പണിയേറി പോവുക. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളെന്താണ് ഇങ്ങനെ നേരം പോക്കി പോകാൻ കാരണം ചോദിച്ചു. കാരണം എനിക്കറിയാം, എന്നാലും ഞാൻ അവരോട് വെറുതെ ചോദിച്ചു. അപ്പോൾ ബായ് അല്ലാതെ കൂലി വെക്കൂല, അതുകൊണ്ടാണ് നേരം പോക്കിയാണ്ട് ഇങ്ങനെ പണിയെടുക്കുന്നത് പറഞ്ഞു. അപ്പോൾ ഐറ്റാക്കും ഈ ചെറിയ റേറ്റിന് എടുക്കുന്ന ബംഗാളിയാക്കും ഇത് കൂലി വെക്കണില്ല. അവരെ വേർപ്പ് വരെ ഈ വലിയ റേറ്റിന് കരാറെടുക്കണ മൊത്തം കരാറെടുക്കണ കോൺട്രാക്ടർമാർ, എല്ലാ കോൺട്രാക്ടർമാരെയും ഞാൻ കുറ്റം പറയുന്നില്ല, ചില കോൺട്രാക്ടർമാർ ഓർക്ക് കണ്ണിച്ചോര പറയുന്ന സംഭവമേ ഈ ചില കോൺട്രാക്ടർമാർക്കില്ല. ഓർക്ക് എങ്ങനെയും പൈസ ഉണ്ടാക്കണം. ഇപ്പോൾ നോമ്പാണ് വരുന്നത്, ഞാൻ വെറുതെ പറയല്ല, റമദാൻ മാസം വരികയാണ്. അപ്പോൾ റമദാൻ മാസത്തിൻ്റെ മുന്നോടിയായാണ് ഞാൻ നോണ അറിയുന്നില്ല ഇതൊക്കെ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ ഈ ഫീൽഡിൽ പണിയെടുക്കുന്ന മലയാളീസ് എന്ത് ചെയ്യും? ഇത് എല്ലാ പണിക്കാരും, എല്ലാ മലയാളീസും, ഇനിയിപ്പോൾ ഈ തേപ്പിൻ്റെ പണിയായാലും ഹോട്ടൽ പണിയായാലും ഇനി എന്തിന് ഈ ബാർബർ ഷാപ്പത്തെ പണിയായാലും ശരി, എല്ലാവരും മനസ്സിലും തന്നെ ഇത് കൂലി വെക്കണില്ല. എല്ലാവരും മനസ്സിലും ഇതിങ്ങനെ വിങ്ങിപ്പൊട്ടി നിൽക്കുകയാണ്. അവർക്ക് ഇത് ആരോട് പറയാനൊരു മാർഗമല്ല. പക്ഷേ ഞാൻ ഈ യൂട്യൂബിനെ ഉണ്ടാക്കാൻ കാരണം എൻ്റെ പണി വീഡിയോസ് എടുത്തുകൊണ്ട് ഇതിൽ പറയാം, അല്ല ഇതിന് കാണിച്ചു കൊടുക്കുക, അങ്ങനെ പണി ഇട്ടാൻ വേണ്ടി. പിന്നെ ഇതേമാതിരിലെ പ്രയാസങ്ങൾ ആൾക്കാർ കേൾക്കണം. എന്നുവെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞിരിക്കണേ, ഒരു വ്യക്തിനെ പണിക്ക് വിളിച്ച് കഴിഞ്ഞാൽ ആ പണി കയറുന്ന ടൈമിൽ പണി കയറി കഴിഞ്ഞാൽ ആ നാട്ടിലില്ലേ മാന്യമായ റേറ്റ് കൊടുക്കണം, ആ വേർപ്പ് വറ്റണ മുന്നേ. അതല്ല പറഞ്ഞിരിക്കണേ. ഞാൻ എന്നുവെച്ചാൽ ബംഗാളി റേറ്റിന് എടുക്കാറുണ്ട്, പണി കിട്ടാത്തതുകൊണ്ട് ബംഗാളി റേറ്റിന് പോയി പണി എടുക്കുന്നത്. പള്ളിൻ്റെ പണി വരെ എടുത്തേക്കണ് ബംഗാളി റേറ്റിന്. എന്നിട്ട് ഓരോ വ്യക്തികൾക്കും പണിക്ക് ചെല്ലുമ്പോൾ 500 റുപ്യ കൂലി തരും. എന്നിട്ട് എന്താ പറയുക, മജീദ് ലാസ്റ്റ് പണി കയറുമ്പോൾ ഇന്ന് പണി കഴിഞ്ഞാൽ ഇന്ന് തന്നെ ലാസ്റ്റ് ഒന്നായിട്ട് പൈസ തരും. കാരണം ഓലി പറയാൻ കാരണം എന്താ പറയുക, ഓലിക്ക് അറിയാതെ നമ്മൾ കൂലി വെക്കൂല. അങ്ങനെ പള്ളിൻ്റെ പണി വരെ എടുത്തേക്കണ്. ഇനിയിപ്പോൾ റമദാൻ മാസം വരുന്നത് എന്നുവെച്ചാൽ പള്ളിക്കത്തെ മൂലയാർ
വെച്ചാൽ നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തിരിക്കണമെങ്കിൽ പുറത്ത് കൊണ്ട അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുണ്ടാവും. പക്ഷേ ചില പള്ളി, എല്ലാ പള്ളിയല്ല, ചില പള്ളിക്കത്തെ കമ്മിറ്റിക്കാർ ഓൽക്കറിയാം ഈ റേറ്റിന് കൂടുതലായിട്ട് ആ കൂലി വെക്കൂലെന്നറിയാം. അങ്ങനെ പള്ളീൻ്റെ പണി എടുപ്പിച്ചിട്ട് എത്രങ്ങാനും കമ്മിറ്റിക്കാരുണ്ട്. എന്ന് വെച്ചാൽ പടച്ചോന് എന്ന് വെച്ചാൽ പള്ളി പറഞ്ഞാൽ പടച്ചോന് നമസ്കരിക്കാനുള്ളൊരു വീടാണ് പള്ളി. അവിടെ ഒരാളെ വേർപ്പ് ആ പള്ളിമ്മ കയറ്റി കഴിഞ്ഞാൽ വേറെല്ലാ ആൾക്കാർ ഇതിനെ പറ്റുന്ന അറിയാത്ത ആൾക്കാർ അവിടെ വന്ന് നിസ്കരിച്ചിട്ട്, നല്ല ആൾക്കാർ അവിടെ വന്നാട് പിന്നെ നിസ്കരിച്ചിട്ട് എങ്ങനെയാണ് ഇപ്പോൾ പടച്ചോന് അതിനുള്ള ഒരു മാർഗം കൊടുക്കുക? പടച്ചോൻ എങ്ങനെ പുറത്തു കൊടുക്കും? മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് ഞാൻ ഇടാൻ കാരണം. അല്ലാതെ പിരാന്തായിട്ടൊന്നുമല്ല. ഇനി ഇത് കണ്ടാലും എൻ്റെ കുടുംബത്തിൽ ചില ആൾക്കാർ പറയും, മറ്റൊരു ഇങ്ങനെ പറയണ്ട എന്നെ പറ്റി, എനിക്കെന്താ പിരാന്താണ് പറയും. ഞാൻ ആൾക്കാർ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഇടും, ഉറപ്പാണ്. ഇനി ഞാനീ പറയണതെന്ന് വെച്ചാൽ 170% വീട്ടുകാർ മാന്യമായ റേറ്റ് ഈ കോൺട്രാക്ടർമാർ കൊടുക്കുന്നുണ്ട്. അതിൽ ചില കോൺട്രാക്ടർമാർ കൊള്ള ലാഭം കിട്ടാൻ വേണ്ടിയാണ് ഈ ബംഗാളിയൊക്കെ ചെറിയ റേറ്റിന് കൊടുക്കുന്നത്. ആ ബംഗാളിയൊക്കെ കൂലി വെക്കണില്ല, ആ കൂലി ഒപ്പിച്ചാണ് ഈ രാത്രി 9 മണി വരെ പണിയെടുത്തുകൊണ്ട്. ഇതിൽ 30% വളവില്ലേ പിന്നെ വീട്ടുകാരുണ്ട്. പോലും ഇതേമാതിരി ബംഗാളികളെ കണ്ടുപിടിച്ചാണ്ട് ഓല് കൊടുക്കുകയാണ്. എന്നാൽ ഞാൻ പറഞ്ഞില്ലേ 70% വീട്ടുകാർ മാന്യമായ റേറ്റിന് പണി കൊടുക്കുന്നുണ്ട്. ഞങ്ങളെപ്പോലത്തെ ആൾക്കാരെ വേർപ്പാണ് ഈ 70% വീടിൻ്റെ പണി എടുത്ത കോൺട്രാക്ടർമാർ. എല്ലാ കോൺട്രാക്ടർമാരും ഇല്ല, ചില കോൺട്രാക്ടർമാർ, എല്ലാ കോൺട്രാക്ടർമാരില്ല, ചില കോൺട്രാക്ടർമാർ ഞങ്ങളെപ്പോലത്തെ ആൾക്കാരെ വേർപ്പാണ്. അത് ബംഗാളി ആയാലും മലയാളി ആയാലും ആരായാലും ആ വേർപ്പാണ് പോലെ ഒരു പണിയെടുക്കാതെ ഈ തൊള്ള പറഞ്ഞുകൊണ്ട് പോലെ പൈസ ഉണ്ടാക്കുന്നത്. പറയാൻ കുറേ പറയാനുണ്ട്. ഞാൻ ഇപ്പം നിർത്തുകയാണ്.